ഓപ്പണിംഗ് സീനിൽ ആ ഇബിച്ചിക്ക് അവളാണെങ്കിൽ രക്ഷപ്പെട്ട സന്തോഷത്തിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് ഓടി വരികയാണ്. അവൾ ഒരു സെക്കൻഡ് ഉംട്ടാൻ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ഒന്ന് ആലോചിക്കും. അതിനുശേഷം വീണ്ടും അവൾ മനസ്സ് കല്ലാക്കുകയാണ്. എനിക്ക് വേറെ വഴിയില്ല, ഞാൻ അവരോടൊപ്പം ആ വില്ലേജിൽ നിന്നാൽ തീർച്ചയായിട്ടും ആ യുദ്ധത്തിൽ ഞാൻ കൊല്ലപ്പെടും. ആ ശത്രുക്കൾ അവർ വളരെ സ്ട്രോങ് ആണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും കാലവും ജയിലിൽ കിടന്ന് എൻ്റെ ഒരുപാട് വിലപ്പെട്ട ജീവിതം ഞാൻ സ്പോയിൽ ചെയ്തു. ഇനി എനിക്ക് അത് കഴിയില്ല. ഹാപ്പി ആയിട്ട് ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് അവൾ പതിയെ മുൻപോട്ടേക്ക് നടക്കും. അടുത്ത നിമിഷം കുറച്ച് ദൂരത്തായിട്ട് ഉംടാനും ആ പെർസൺ മാനും അവർ രണ്ടുപേരും ഇബിച്ചിക്കയുടെ പേര് വിളിച്ച് അവിടേക്ക് വരികയാണ്. അവൾ ആ ശബ്ദം കേട്ട് ഷോക്കാവും. ഒരു മരത്തിന്റെ പിന്നിൽ ഇബിച്ചിക്ക ഒളിച്ചു നിൽക്കും. ഉംടാനാണെങ്കിൽ വീണ്ടും വീണ്ടും ശബ്ദത്തിൽ അവളുടെ പേര് വിളിക്കുകയാണ്. ഇബിച്ചിക്ക്, നീ ഇതുവഴിയാണ് കടന്നു പോയതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിനക്കൊരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് പറയും. ഇബിച്ചിക്കയാണെങ്കിൽ ശ്വാസം പോലും മുറുക്കെ പിടിച്ച് അങ്ങനെ മറഞ്ഞു നിൽക്കും. ഇവിടെ ഉംടാനാണെങ്കിൽ ആ പെർസൺ മാനോട് പറയും, ഇബിച്ചിക്കയ്ക്ക് എവിടെയോ വെച്ച് ഒരു എലോൺ ഫീൽ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും അവൾ ഇങ്ങനെ ഒരു ഡിസിഷൻ അതെടുത്തിട്ടുണ്ടാവുക. ഏതെങ്കിലും സാഹചര്യത്തിൽ അവൾ ആ വില്ലന്മാരുടെ കയ്യിൽ പെട്ടാൽ വലിയ അപകടമാണ്. സോ ഇത്രയും വേഗം അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് പോകും. ഒരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരുടെ പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മെറ്റലിലേക്കാണെങ്കിൽ ഒരുപാട് വിഷമം. ആരെയാണെങ്കിൽ കാര്യം തിരക്കും. അതിനാവും പറയും, ഇബിച്ചിക്ക് അവൾ ലാസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല. കാറയാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ഞാനത് നേരത്തെ തന്നെ എക്സ്പെക്ട് ചെയ്തതാണ്, പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ എല്ലാവരെയും ബോസ്റ്റ് ചെയ്യും. നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും ആ വില്ലന്മാരെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും. നമ്മളുടെ ബെസ്റ്റും മാക്സിമവും നമ്മൾ കൊടുക്കണമെന്ന് പറയും. അതിനെല്ലാവരും പവറായി ഓക്കെ പറഞ്ഞ് അടുത്ത കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് റെഡിയാവും. അല്പസമയം കഴിഞ്ഞ് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ബ്രിഡ്ജിന്റെ അടുത്തായിട്ട് ഒരുപാട് ട്രാപ്പൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഇവാബയാണെങ്കിൽ കുറെ കല്ലുകൾ കാണിച്ചു കൊടുക്കും. ആ വില്ലന്മാര് അവർ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന സമയം ഈ കല്ല് മുഴുവൻ ഞാൻ ഉരുട്ടിയിടും. അതിനുശേഷം നമ്മൾ എല്ലാവരും ചേർന്ന് അവരെ ഡിഫീറ്റ് ചെയ്യുന്നു പറയും. കാഗുറയാണെങ്കിൽ ഇപ്പൊ ഡെങ്കി ആൻഡ് ടീമിനോട് ഡിഫെൻഡിങ് പൊസിഷനിൽ നിൽക്കാനായിട്ട് പറയും. ഡെങ്കി അവൻ മെറ്റല്ലിയെ നോക്കും. മെറ്റല്ലിയാണെങ്കിൽ ഇപ്പോഴും ഇബിച്ചിക്കയെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ലോങ് ഷോട്ടിലായി ആ വില്ലന്മാര് അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ പ്ലാനുകളൊക്കെ മനസ്സിലാക്കി അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. കട്ട് ചെയ്ത ഇബിച്ചിക്കയാണെങ്കിൽ വീണ്ടും ആ കാട്ടിലൂടെ നടന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോവാണ്. അടുത്ത നിമിഷം അവിടെ ഒരു മുള്ളിൽ തറച്ച് അവളുടെ ഡ്രസ്സ് അതൊരല്പം കയറും. അവളാണെങ്കിൽ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ മെറ്റല്ലിയുടെ ഓർമ്മകൾ അത് അവളുടെ മനസ്സിലേക്ക് വന്ന് വീണ്ടും അവളുടെ മനസ്സാകെ മാറി മറിയാനായിട്ട് തുടങ്ങും. അങ്ങനെ അവള് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും ദൂരത്തായി ആ വില്ലന്മാരുടെ ശബ്ദം കേൾക്കുക. അവളാണെങ്കിൽ പതിയെ അവരുടെ അടുത്തേക്ക് വരും. അവരെന്താ പറയണമെന്ന് അവൾ ശ്രദ്ധിക്കും. അവർ പരസ്പരം പറയും. ഈസ്റ്റ് വില്ലേജുകാരും ആ ലീഫ് വില്ലേജുകാരും അവർ രണ്ട് ടീമും ചേർന്ന് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓൾറെഡി അവരുടെ ട്രാപ്പും ഐഡിയ ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ അൺഎക്സ്പെക്ടഡ് അറ്റാക്കിൽ എല്ലാവരും തകർന്നടിയെന്ന് പറഞ്ഞ് അവരങ്ങനെ പൊട്ടിച്ചിരിക്കും. അത് കേട്ട് ഇബിച്ചിക്ക് അവൾ ഷോക്കാവും. ആണെങ്കിൽ മെറ്റലിയെ കുറിച്ചും കാഗുറയെ കുറിച്ചും അവളുടെ ടീംമേറ്റ്സിനെ കുറിച്ചും മാറി മാറി ആലോചിക്കും. ഞാനിപ്പോ ഈ രഹസ്യം അതവരെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും എന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിക്കും. അറിയിച്ചിട്ടില്ല എങ്കിൽ ഞാൻ അവരോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും ഇതെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ കല്ലൊക്കെ റെഡിയാക്കി വെച്ച് ആ വില്ലന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അടുത്ത നിമിഷം ആ വില്ലന്മാർ അവിടേക്ക് കടന്നു വരും. നമ്മുടെ ആൾക്കാർ ആ റോപ്പ് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവർക്ക് മുന്നേ മറ്റാരോ ആ റോപ്പ് കട്ട് ചെയ്യാണ്. നമ്മുടെ ആൾക്കാർക്ക് വമ്പ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഓരോ ഭാഗത്തു നിന്നും വില്ലന്മാർ ചാടി വീണ് നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് അറ്റാക്ക് ചെയ്യും. ആ ഗ്യാപ്പിലെ ലീഡർ വില്ലനാണെങ്കിൽ അവന്റെ ബാക്കിയുള്ള വില്ലന്മാരെ സോൾജിയേഴ്സിനെ എല്ലാം തന്നെ ഗ്രാമത്തിലേക്ക് അയക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പാനിക്കായിട്ട് പരസ്പരം നോക്കും. വേറെ വഴിയില്ല, ഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കവാക്കിയാണെങ്കിൽ അവന്റെ കർമ്മ പവർ ഉപയോഗിക്കും. അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഇബിച്ചിക്ക് പെണ്ണ് അവളാണെങ്കിൽ അവളുടെ നീഡിൽ പവർ ഉപയോഗിച്ച് വില്ലന്മാരെ എല്ലാവരും ലോക്ക് ചെയ്യും. നമ്മുടെ ആൾക്കാർ ഹാപ്പി ആയിട്ട് അവളുടെ അടുത്തേക്ക് ഓടി വരും. അവളാണെങ്കിൽ ഇപ്പൊ കാഗുറയോട് സോറി പറയാണ്. അതിന് കാഗുറയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിൽ അവളോട് പറയും, നീ തിരിച്ചു വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവള് പറയും, എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ മനസ്സ് മാറ്റിയത്. നിങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ എനിക്കാവില്ല. എത്രയും വേഗം ആ മെയിൻ ഫോഴ്സിനെ നമുക്ക് തടയണമെന്ന് പറഞ്ഞ് അവരിപ്പോൾ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും അവരുടെ എഫക്റ്റീവ് പവറും വെപ്പനും ഒക്കെ എടുത്ത് ആ വില്ലന്മാരെ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്.
ലീഡർ വില്ലനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. നമ്മൾ കരുതിയതുപോലെയല്ല അവർ വളരെ പവർഫുൾ ആണെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പറ്റും പോലെ അവനും ബാക്കിയുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് നമ്മുടെ ആൾക്കാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ആ ലീഡർ വില്ലനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ എടുത്ത് ചാടും. ഉടനെ ബൊറൂട്ടോ അവൻ റസറങ്ങാൻ പവർ ഉപയോഗിച്ച് ആ ലീഡർ വില്ലനെ അറ്റാക്ക് ചെയ്യുകയാണ്. ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും നിനക്ക് നിന്റെ ആൾക്കാർക്കും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വില്ലേജിലേക്ക് നിങ്ങളെ ഞങ്ങൾ കാല് കുത്താനായിട്ട് അനുവദിക്കില്ല. അതിനാ വില്ലനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് വലിയൊരു ടൊർണാഡോ അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. ആ വെള്ളം നല്ല ഫോഴ്സിൽ ബൊറൂട്ടോയ്ക്കും നമ്മുടെ ആൾക്കാർക്ക് നേരെ വരും. മാനാണെങ്കിൽ ആളുടെ ചുറ്റിയൊക്കെ എടുത്ത് ഇടിക്കാനായിട്ട് ഓടി വരും. പക്ഷെ അടുത്ത നിമിഷം ആ വെള്ളത്തിൽ പെട്ട് അങ്ങനെ താഴേക്ക് വീഴുകയാണ്. വെള്ളമാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ മുഴുവനായിട്ട് തകർക്കാനായിട്ട് അങ്ങനെ ചേറ്റി അടിച്ചു വരും. അടുത്ത നിമിഷം നമ്മുടെ ഇവാബയാൻ ടീം എവിടേക്ക് എത്തി. ഇവാബയാണെങ്കിൽ അവന്റെ എർത്ത് ജിപ്സ് ഉപയോഗിച്ച് അതിനെ അങ്ങനെ ലോക്ക് ചെയ്യുകയാണ്. ഇവരാണെങ്കിൽ വണ്ടർ അടിച്ച് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് എത്തി? അതിന് അവർ സ്റ്റൈലായിട്ട് പറയും, മീറ്റ്സിക്കയുടെ സ്നേക്ക് അത് ഓൾറെഡി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞിരുന്നു, അതുമൂലമാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഇബിച്ചിക്കയുടെ അടുത്തേക്ക് ചാടി വരികയാണ്. ഓ നോ, നിന്നെ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. അവൾ കൈ തട്ടി മാറ്റി, ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് കരുതിയത്. പക്ഷെ വീണ്ടും ഈ സെന്റിമെന്റ്സ് ഒക്കെ കാരണം ഞാൻ ഇവിടേക്ക് വരേണ്ടി വന്നു എന്ന് പറയും. ഇപ്പോഴാണെങ്കിൽ അവരോട് പറയും, നമ്മൾ എത്രയും വേഗം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. വില്ലന്മാര് അവരൊരു സ്റ്റെപ്പ് മുൻപിലാണ്. ഗ്രാമത്തിലേക്ക് പോയി ഇവിടെ ചില ട്രാപ്സ് ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ ഗ്രാമത്തിലേക്ക് പോകും. അതേസമയം ഇവിടെ ആ ലീഡർ വില്ലനെ കാണിക്കും. അവനാണെങ്കിൽ ആകെ ദേഷ്യത്തില് ടെററായിട്ട് നിൽക്കുകയാണ്. അവന്റെ അസിസ്റ്റന്റ് പറയും, അവരിപ്പോ വില്ലേജിലേക്ക് പോയി അടുത്ത ട്രാപ്പുകളൊക്കെ സെറ്റ് ചെയ്യായിരിക്കും. ഇപ്പൊ നമ്മൾ അവിടേക്ക് പോയാൽ അത് വലിയ അപകടമാണ്. ആ ലീഡർ വില്ലനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഞാൻ ഒരു കാരണവശാലും ഗിവപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. അവിടെ നിന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവർ ഗ്രാമത്തിലേക്ക് എത്തി ഒരുപാട് ട്രാപ്പൊക്കെ സെറ്റ് ചെയ്യാണ്. വാട്ടർ പവർ അതാ വില്ലന്മാര് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന വാട്ടർ അതെല്ലാം തന്നെ ഡ്രെയിൻ ചെയ്ത് കളയാണ്. ആണെങ്കിൽ അവന്റെ ഓൾഡ് ഫ്രണ്ട്സിനെ അടുത്തേക്ക് വിളിക്കും. നമ്മളിപ്പോ വലിയൊരു യുദ്ധം നേരിടാനായിട്ട് പോവാണ്. സോ ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ അത് നിങ്ങൾ ഏറ്റെടുക്കണം. അതിനവരും ഓക്കെ പറയാണ്. മറ്റൊരു ഭാഗത്ത് മെറ്റലിയാണെങ്കിൽ ഇപ്പോഴും ഇബിച്ചിക്കയോട് ഒരുപാട് സ്നേഹത്തില് സന്തോഷത്തില് സംസാരിക്കുകയാണ്. ഇബിച്ചിക്കാണെങ്കിൽ അത് വല്ലാത്ത ഇറിറ്റേഷനായിട്ട് തോന്നി അവനോട് ദേഷ്യപ്പെടും. പക്ഷെ മെറ്റലി അവൻ അപ്പോഴും ക്യാഷ്വലായിട്ട് ചിരിച്ച് ഒരുപാട് സ്നേഹത്തില് അവളെ തന്നെ നോക്കും. ആൾക്കാരാണെങ്കിൽ ആ വില്ലന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ ലീഡർ വില്ലൻ അവനാണെങ്കിൽ അവന്റെ സോൾജിയേഴ്സുമായിട്ട് അവിടേക്ക് പാഞ്ഞടുക്കും. അവരുടെയും ആ പ്രസന്റ് ലേഡിയും അവർ രണ്ടുപേരും ആ വില്ലന്മാരുടെ ഇടയിലേക്ക് വന്ന് ഫയർബോൾ പവർ ഉപയോഗിച്ച് അവരങ്ങനെ അടിച്ച് തെറിപ്പിക്കും. ഇവിടെ ഇവാബെ അവന്റെ എർത്ത് സ്റ്റൈൽ ഉപയോഗിച്ച് ചില ബാരിയേഴ്സും ചുമരുകളും ഒക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ പ്രിസൺമാൻ ആണെങ്കിൽ അവന്റെ ചുറ്റിക ഉപയോഗിച്ച് ആ ചുമരുകള് അതാ വില്ലന്മാർക്ക് നേരെ അടിച്ച് തെറിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് ഇബിച്ചിക്കി പെണ്ണ് അവളുടെ നീഡിൽ ഉപയോഗിച്ച് ഒരുപാട് പേർ ലോക്ക് ചെയ്യും. മെറ്റലി ആണെങ്കിൽ ടൈജിപ്സ് ഉപയോഗിച്ച് ഒരു പറ്റൻ വില്ലന്മാരെ ചവിട്ടി കൂട്ടുകയാണ്. ഇവിടെ റൂട്ടോയും കാഗുറയും അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്ത് ഒരുപാട് പേരെ ഇട്ടിച്ച് തെറിപ്പിക്കും. വില്ലന്മാർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. കവാക്കി ആണെങ്കിൽ ആ ലീഡർ വില്ലനോട് തീർത്തു പറയും, മര്യാദയ്ക്ക് നിങ്ങൾ തിരികെ പോകുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വാട്ടർ സ്റ്റൈൽ പവർക്ക് യൂസ് ചെയ്യാൻ ഇവിടെ ഇപ്പോ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അത് കേട്ട ലീഡർ വില്ലൻ അവനങ്ങനെ ടെററായിട്ട് ചിരിക്കും. എനിക്ക് വാട്ടർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വെള്ളം ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവന്റെ തന്നെ 2 സോൾജിയേഴ്സിനെ പിടിച്ചു വലിച്ച് അവരുടെ ബോഡിയിലെ ബ്ലഡും വാട്ടറും അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞൊടിയിടയിൽ വാട്ടർ ടൊർണാഡോ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാർക്ക് നേരെ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ ഡെങ്കിയും മെറ്റലിയും അവര് തെറിച്ചു പോയി അടിച്ചു വീഴും. ഉടനെ അസിസ്റ്റന്റ് വില്ലന്മാരാണെങ്കിൽ വാട്ടർ പ്രസന്റ് ജിപ്സു അതുപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ലോക്ക് ചെയ്യും. ലീഡർ വില്ലനാണെങ്കിൽ അവന്റെ ടൊർണാഡോ അതുപയോഗിച്ച് അവർ ക്രിയേറ്റ് ചെയ്ത മഡ് ബോൾസ് അതെല്ലാം തന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. കാഗുറയാണെങ്കിൽ അവന്റെ സ്ക്വാഡുമായി ആ ഒരു വാട്ടർ പവറിന്റെ അടുത്തേക്ക് വരും. ഇത് ലോർഡ് ചോച്ചിറോടെ പവറാണെന്ന് പറഞ്ഞ് കാഗുറയാണെങ്കിൽ ആ സ്ക്വാഡ് തന്നെ വലുതാക്കി ടൊർണാഡോയ്ക്ക് നേരെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ ആ പവർ മുഴുവനായിട്ടും തകർന്നു പോകും. പക്ഷെ എന്താ, കാഗുറയുടെ പവർ അതങ്ങനെ ഡ്രെയിനായി അവ താഴെ വീഴും. ആ ലീഡർ വില്ലനാണെങ്കിൽ ഇപ്പോ കാഗുറ അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. അതിനുശേഷം വാട്ടർ സ്ക്വാഡ് ഉണ്ടാക്കി അവന്റെ കഴുത്തിൽ വെക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം ആ വില്ലൻ അവൻ ആ സ്ക്വാഡ് ആണെങ്കിൽ കാഗുറയുടെ പുറകിൽ കുത്തി ഇറക്കുകയാണ്. ചോര തുളുമ്പി അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. അത് കണ്ട് പറൂട്ടും ഷോക്കായി കാഗുറയെ വിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.